ഹായ് ഹലോ, ഇന്ന് വൃശ്ചികം 12 അപ്പോൾ ഇതാണ് കേട്ടോ വയനാട് ശാസ്താ ക്ഷേത്രമാണിത്. അപ്പം അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് വാതിലൊക്കെയാണിത്. അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പം തന്നെ നമുക്ക് നല്ലൊരു നല്ലൊരു മനഃശാന്തി കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു സുഖമാണ് അവിടെ ഇരിക്കുമ്പം തന്നെ. പ്രത്യേകിച്ചും ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. അപ്പം ഞാനും മൂത്ത മോനും ഉണ്ട്. അപ്പോൾ അവനാണ് ഇന്നത്തെ വീഡിയോ എടുപ്പല്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഒരു 5-5:30 മണി സമയത്താണ് ചെന്നത്. ആ സമയത്തൊന്നും വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് വീഡിയോസ് എടുക്കാനും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ സാധിച്ചു. വൃത്തിയായതുകൊണ്ട് തന്നെ സൈഡിലെ മരങ്ങളിലെല്ലാം നല്ല രീതിയിൽ ലൈറ്റ് ഇടുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഈ കാണുന്ന മരം കണ്ടു, നല്ല രീതിയിൽ വെട്ടി നിർത്തിയേക്കുന്ന പോലെയാണ് ആ മരത്തിൻ്റെ വളർന്ന് വന്ന് നിൽക്കുന്നത് തന്നെ കേട്ടോ. അതിന് സൈഡായിട്ട് കാണുന്നത് ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ചെറിയൊരു അമ്പലം പോലാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഒരു കോമ്പൗണ്ടാണ് കേട്ടോ ഇതൊക്കെ. നല്ലൊരു സുഖമാണ് ഇവിടെ ഇരിക്കുമ്പം തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് വൃശ്ചികം 12 ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പം നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആൽമരം അതൊരു വിശേഷപ്പെട്ട ഒരു മരം തന്നെയാണ് കേട്ടോ. നല്ല പറയുക ഒരു പ്രത്യേക എനർജി തന്നെയാണ് നമുക്ക് ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ തന്നെ കേട്ടോ. ചൂട് സമയത്തൊക്കെ ഈ പരിസരത്തുള്ളവരൊക്കെ ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങാറും ഒക്കെ ഉണ്ട് കേട്ടോ. രാത്രി സമയങ്ങളിലും ചിലവരൊക്കെ വന്ന് കയറി കിടന്ന് ഉറങ്ങാറുണ്ട് കേട്ടോ. പിന്നെ ചില സമയത്തൊക്കെ പട്ടി ശല്യം ഉള്ളതുകൊണ്ട് ചിലർ പേടിച്ചിട്ടൊക്കെ വന്ന് കിടക്കാനും പേടിക്കാറുണ്ട്. അപ്പം അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. അവിടെ എല്ലാം നല്ല രീതിയിൽ അലങ്കരിച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ. പ്രത്യേകിച്ചും അതിന് ചുറ്റും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആൽമരവും കാര്യങ്ങളും എല്ലാം ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് സമയത്തൊക്കെ നമുക്ക് ഇവിടെ വന്നിരിക്കാനൊക്കെ ഒരു പ്രത്യേക വൈബാണ്. ഇത് അമ്പലത്തിന് അകഭാഗമാണ് കേട്ടോ. അകത്ത് ഞാൻ അധികം ആളും പേരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. ശ്രീകോവിലിനകത്തോട്ട് ഷൂട്ട് ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പുറമേയുള്ള വിളക്കും കാര്യങ്ങളൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ഭാഗമാണ് കേട്ടോ, അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. അവിടെയും നല്ല രസമാണ്. ചൂട് സമയത്തൊക്കെ പോയിരിക്കാൻ നല്ല തണുപ്പും മുളയൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. ഇവിടെ എടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ നിറയെ പൂച്ചെടികളുണ്ട് കേട്ടോ. നിറയെ പൂച്ചെടി, ഒരുപാട് തെറ്റിയും റോസയും ഒക്കെ ആയിട്ട് ഒരുപാട് പൂക്കളുള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു ഭാഗം കാണാൻ. ബാക്കിലോട്ടൊക്കെ ഈ വാഴയും ഒക്കെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ആവശ്യത്തിനൊക്കെ ഉള്ള ഫലമൊക്കെ അതിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഞങ്ങൾ അമ്പലത്തിൻ്റെ തൊഴുതിട്ട് വന്ന് അമ്പലത്തിൻ്റെ സൈഡ് ഒക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ. അവിടെ തന്നെ കരിമ്പ് കൃഷി ചെറുതായിട്ട് നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വിളവായിട്ടില്ല. വിളവാകുന്ന സമയത്ത് അമ്പലത്തിൽ തന്നെ എടുത്ത് അത് നമുക്ക് തരുന്ന അവിലിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ ഇതുകൊണ്ട് നേരം സന്ധ്യ മയങ്ങി വരുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ ലൈറ്റും ഒക്കെ വിട്ടു നല്ല ഭംഗിയുണ്ട് ഇപ്പം കാണാൻ.
കണ്ട് നമ്മൾ പൂജ സമയത്ത് നമ്മൾ അകത്ത് കയറിയാണ് കേട്ടോ. ശ്രീകോവിലിനകത്തൊന്നും നമ്മൾ എടുത്തുവിടാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ചെറുതായിട്ടൊരു ഉൾഭാഗം ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ വിളക്ക്. 12 വിളക്കൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ശ്രീകോവിലിൻ്റെ അകം കാണിച്ചിടാത്തതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും കാണിക്കാത്തത്. അപ്പം ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങി പുറത്തുള്ള ഒരു ദൃശ്യമാണിത് കേട്ടോ. അത് കഴിഞ്ഞ് പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പായസമൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നുപോകില്ല കേട്ടോ. കൂടെ ഹൈപ്പ് ചെയ്യാനും വിട്ടുപോകല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.